അത് 10,000-ലധികം വേസ്റ്റ് കുപ്പികൾ പിന്നെ നമ്മളെ കുപ്പികൾ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ശില്പാണ്. അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ ചിഹ്നം വിളിച്ചു നിൽക്കുന്ന ഈ കൊമ്പനാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാന ആകർഷണം. കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നുമെങ്കിലും ഇത് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് അറിയുമ്പോഴാണ് ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. പൂരങ്ങളുടെ നാടായ അങ്ങാടിപ്പുറത്തെ തളി ജംഗ്ഷനിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരാനയാണ് ഇപ്പോഴത്തെ താരം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്തുകൾ വഴി ശേഖരിച്ച ഉപയോഗശൂന്യമായ 10,000-ഓളം കുപ്പികൾ കൊണ്ടാണ് മനോഹരമായ ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. വളാഞ്ചേരി സ്വദേശിയായ ഹംസക്കുട്ടിയാണ് ആനയുടെ ശില്പത്തിന് പുറകിൽ. അങ്ങാടിപ്പുറത്തിന്റെ അഴകിനെ എന്നും നിലനിർത്തി പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനത്തിന് പുറകിൽ. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി അങ്ങാടിപ്പുറത്ത് ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു ആനയുടെ രൂപം. അത് 10,000-ലധികം വേസ്റ്റ് കുപ്പികൾ പിന്നെ നമ്മളെ കുപ്പികൾ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ശില്പാണ്. അതായത് വേസ്റ്റ് കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാം. അതിൽ നിന്നും അതുപോലെ കുറെ സർഗാത്മക കഴിവുകൾ നമ്മളെ നാട്ടിലുള്ള ജനങ്ങൾക്കും കൂടി അതൊരു പ്രോത്സാഹനമാണ്. വേസ്റ്റ് കൊണ്ട് എന്തും നല്ല അലങ്കാരമായി ഉണ്ടാക്കാം എന്നും നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള ഇതൊരു അതിന്റെ ചെറിയൊരു വഴി മാത്രം. അതേപോലെ വേറുള്ള മറ്റുള്ള മാർഗങ്ങളും സ്വീകരിക്കാം. നമ്മുടെ അങ്ങാടിപ്പുറത്തെ അഴകുള്ള അങ്ങാടിപ്പുറം ആക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ എല്ലാവരും കൂടിച്ചേർന്ന് നമുക്ക് ചെയ്യണം. നമ്മുടെ അങ്ങാടിപ്പുറത്തെ മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറണം. അതിനുള്ള ഒരു ഒന്നാമത്തെ കാൽ ചുവടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എല്ലാവരും സഹകരിക്കുക. ഇതുപോലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ഇനിയും നടത്തണം. കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ആനയുടെ ശില്പം ജനങ്ങളിൽ കൗതുകമുണർത്തുകയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.